ശബ്ദം പതിഞ്ഞതായിരുന്നു, കുഞ്ഞായിരുന്നു. പതിയെ പതിയെ ആ തലമുറ ആ ശബ്ദത്തെ ഏറ്റെടുക്കാൻ തുടങ്ങി. ശബ്ദം നന്നായി തുടങ്ങി. പിന്നെ പിന്നെ റേഡിയോ പെട്ടികളിൽ ആരും കാണാതെ ഒളിച്ചിരുന്ന് പാടുന്ന ആ ശബ്ദത്തെ ഒന്ന് കാണാൻ ആളുകൾക്ക് കൊതിയായി തുടങ്ങി. പ്രണയത്തിൽ സഹായിച്ചു, വിരഹത്തിൽ ചേർന്ന് നിന്നു, സങ്കടങ്ങളിൽ ഒപ്പം നിന്നു. ഭക്തി എന്തെന്ന് പാടുന്നു. ഒരു നേരമെങ്കിലും അങ്ങനെ അങ്ങനെ ഒരു ദിവസം പോലും ആ ശബ്ദം കേൾക്കാതെ ആവില്ല എന്നായി. പിന്നീട് ആ ശബ്ദം ഘനഗംഭീരമായി. കേൾക്കുന്ന ശബ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ പാടുന്ന ആളിന്റെ വയസ്സ് പ്രവചിച്ചാൽ ഇവിടെ അത് തെറ്റും എന്നായി. അത്രയ്ക്ക് ദൈവിക ശബ്ദം. പാടാൻ വയ്യാതായി, ശ്വാസം കിട്ടുന്നില്ല പാടാൻ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയവർക്ക് മുമ്പിൽ ശ്വാസം പിടിച്ചു നിർത്തി പാടി. കാലങ്ങൾ പിന്നെയും ഒരുപാട് കടന്നു. മനസ്സിന്റെയും വസ്ത്രത്തിന്റെയും വെണ്മ മുടിയിലും താടിയിലും മീശയിലും പ്രത്യക്ഷമായി. ആ പാട്ടുകളുടെ കാലം ഇനിയില്ല എന്ന് പറഞ്ഞവർക്ക് മുൻപിൽ ഒരുപാട് പാട്ടുകളുമായി ഇന്നുമുണ്ട്. പാട്ടുകാർ എത്ര എത്ര വന്നു, എവിടുന്നൊക്കെ വന്നു, വർഷങ്ങൾ എത്ര എത്ര കഴിഞ്ഞു. പക്ഷെ നന്നായി പാടുന്ന ഒരു കുട്ടിയോട് ഇന്നും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ആരുടെ യേശുദാസോ? മുത്തുമണിത്തൂവൽ തരാം കണ്ണേ കലൈമാൻ ജബ് ദീപ് ജലേ ആനള്ളൈ പുറാ ഒன்று. യേശുദാസ്, നമ്മുടെ ദാസേട്ടൻ, എൻ്റെ നമ്മുടെ എത്രയും പ്രിയപ്പെട്ട ദാസേട്ടന് ജന്മദിനാശംസകൾ.